ഉണ്ണിക്കണ്ണൻ ഏറ്റിയേ. ആ ഉണ്ണിക്കണ്ണ കേൾക്കുന്നുണ്ടോ? ഉണ്ണിക്കണ്ണ അപ്പൊ 4 പേര് കേൾക്കുന്നില്ലേ? ചലഞ്ച് എന്താ വെച്ചാൽ സിമ്പിൾ ചലഞ്ചാ. നമ്മൾ നേരെ ബിആറിൽ ഇറങ്ങുന്നു, ലൂട്ട് അടിക്കുന്നു, സർവൈവ് ചെയ്യുന്നു, എന്നിട്ട് സർവൈവ് ചെയ്യാൻ ഒക്കെ വായിച്ചു ഒന്നും കൂടി. ഓക്കെ, 10 കില്ല് നമുക്ക് എടുക്കണം. ഓക്കെ, ബിആറിൽ ടോട്ടൽ നമ്മുടെ ടോട്ടൽ കില്ല് 10 ആയിരിക്കണം. പക്ഷെ അത് 4000 ഡാമേജ് കൂടാനും പാടില്ല. നമ്മൾ ബൂയി അടിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? സോൺ പുഷ് ചെയ്യണമെന്നില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു ഫൈറ്റ് എടുക്കുക, എന്നിട്ട് ഒരു 3-4 കില്ല് എടുക്കുക, പിന്നെ ഇടയിൽ ഒരു 1-2 കില്ല് എടുക്കുക, എന്നിട്ട് ലാസ്റ്റ് അനാവശ്യമായിട്ട് ഫൈറ്റ് എടുക്കണ്ട. ഡാമേജ് കൂടാനും പാടില്ല. അപ്പോൾ ഒരു എനിമിനെ നീ നോക്കിയിടുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യരുത്. അവൻ ചോര തുപ്പിച്ചാവണം. എന്നാലും നമുക്ക് ഡാമേജ് മാക്സിമം കുറയ്ക്കാൻ പറ്റുള്ളൂ. 4000 ഡാമേജ് കൂടിപ്പോയാൽ കളി തോക്കും. പക്ഷെ 10 കില്ല് എടുക്കും വേണം. ഇതൊക്കെ ടോട്ടൽ ടീമിന്റെ ഡാമേജ് ആണ്. 4000 ടീമിന്റെ ഡാമേജ് ആണ്, 10 കില്ല് ടീമിന്റെ ഡാമേജ് ആണ്. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ? ജയിച്ചു കഴിഞ്ഞാൽ 1000 രൂപ നമുക്ക് കിട്ടും. അതായത് 250. ഒന്നും പറയുന്നില്ല. ഉണ്ണിക്കണ്ണ അവർക്ക് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. ഉണ്ണിക്കണ്ണ അതന്നെ പണ്ട് ഉണ്ണിക്കണ്ണന്റെ ചലഞ്ച് കിട്ടി ഗൈസ്. ഓക്കെ, എല്ലാവരും പറഞ്ഞു ഉണ്ണിക്കണ്ണൻ കംപ്ലീറ്റ് ആണല്ല. 7 എനിമീനെ 10 ഡാമേജിൽ എടുക്കണം. ഉണ്ണിക്കണ്ണ ഒരു ദിവസം കൊണ്ട് എടുത്തു പോണേ. ഞാൻ വരെ ഞെട്ടിപ്പോയി. അങ്ങനെയുള്ള ഉണ്ണിക്കണ്ണ മനസ്സിലായോ? ഉണ്ണിക്കണ്ണ സ്വന്തം വിളിക്കുന്ന ചലഞ്ച് കോഡ്. എവിടെ വാ പോവാ. എടാ കുറച്ച് കില്ല്. എടാ ഞാൻ കാര്യം വേണ്ടേ, നമുക്ക് കുറച്ച് കില്ല് എടുക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് 10 കിലോ ഒന്നും എടുക്കാൻ കഴിയില്ല. വാ ഇല്ല ഇപ്പൊ ചലഞ്ച് ബോർഡ് വാ. ജോണറസ് 100 വെറുതെ നോക്ക അവിടെ. അയ്യോ കംപ്ലീറ്റ് ആയിട്ടില്ല. കില്ല് പോകും, അതുകൊണ്ട് 700. എടാ ഞാൻ 705 ഡാമേജ് ഒരു കില്ലില്ല. അയ്യോ എടുക്ക്. സ്നൈപ്പർ നടക്കത്തില്ല. ഇത് എന്ത് ഡാമേജാണ്? അല്ലെങ്കിൽ ഡാമേജ് കിട്ടാറില്ലല്ലോ. കോപ്പ് ഇവിടെ എന്റെ ഫ്രണ്ടിലുണ്ട്. എവിടെ ഉണ്ടേ? അതാ വന്നേ. കംപ്ലീറ്റ് ആക്കണ്ട. ചോര തുപ്പിച്ചാവട്ടെ. അപ്പൊ അവന് ടീമേറ്റ് വരും പൊക്കാൻ. ഡാമേജ് 4000 ഡാമേജ് 10 കിലോ അടിച്ച് പോയി അടിക്കണോ? അതാ ചലഞ്ച്. സ്നൈപ്പർ വേണ്ടത്. സ്നൈപ്പർ ഭയങ്കര ഡാമേജാ. സ്നൈപ്പറെ മാറ്റാൻ പോകും. എടാ സ്നൈപ്പർ സത്യം വലിയ ഡാമേജ് കയറിയിട്ടില്ലല്ലോ. എനിക്ക് അറിയത്തില്ല എത്ര. എനിക്ക് തോന്നാ നോക്കായവനെ തീരെ അടിച്ചില്ല. അതാണ് ഡാമേജ് തോന്നെ കാരണം. എടാ എത്ര കില്ലായിടാ? 2 കില്ലായിട്ടുള്ളേ. ഇനി 8 കിൽ പ്ലസ് ബൂയ. എത്ര ഡാമേജ് ആയി? ഡാമേജ് 1000 ഡാമേജ് 2 കില്ല് നടക്കുവോ? നോക്ക്. ചോര കുപ്പിച്ചാവട്ടെ. ഓക്കെ, എത്രയായി? 3 കില്ല്. 2 കിലോട്ട് എടുത്തോ. നോക്ക്. അവൻ ചോര കുപ്പി എത്തോട്ടെ. കംപ്ലീറ്റ് ആക്കണ്ട. ചോര കുപ്പി എത്തോട്ടെ. 5 കിലോ. എത്രയായി? 6 കിലായോ? 6. ഇനി ഹോൾഡ്. ഇനി ലാസ്റ്റ് എടുക്കാം. ഒരു കിലോ കൂടി എടുത്തേക്കണം. വേണ്ടല്ലോ. അതാ ലെഫ്റ്റ് എൽ ഷേപ്പില് റിവൈവല് 2 പേര്. വേണ്ട അടിക്കണ്ട. കരച്ചു പിടിച്ചോ. ഒരു ഫൈറ്റ് വേണ്ടല്ലോ. ഉണ്ട്. 4 കില്ല് 2000 ഡാമേജ് 4 കിലോ എന്തെടുക്കും. 5 കിലോ വേണോ? അതിനാ നിങ്ങൾക്കറിയത്തില്ല. വന് കിടക്കാറിയത്തില്ല. മാഷിനെ വരണ്ട. കണക്ക് മാഷിനെ ഇവിടെ ലാസ്റ്റ് 4 കിലോ കിട്ടുവോ? പിന്നെ ഇവിടെ റിവൈവല് കിട്ടും. പാൽസ് പോയിരിക്കവാ. ഒരുപാട് പോയിന്റ് തെറ്റി സോണായില്ലത്.
എടാ ലാസ്റ്റിലോട്ട് വെള്ളത്തിലായിരിക്കും, കില്ലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. മറ്റേ നീല സാധനം മറ്റേ സാധനം വാങ്ങിച്ചു വെച്ചോ, മറ്റേ വാള് പൊട്ടിക്കാത്ത. ഇതിപ്പോ എവിടെ പോയിരിക്കും? അപ്പുറത്തെ കരയിൽ പോയിരിക്കുക. ഇതിപ്പോ എവിടെ പോയിരിക്കും? ആ കരയിൽ പോയിരിക്കണെങ്കിൽ വണ്ടി കൊണ്ടുപോകാനില്ല. പാലത്തിൽ കൂടെ പോയ സോൺ ഔട്ടാ. അയ്യോ അയ്യോ, ബട്ടൺ മാറി. മെഡിക്കറ്റ് അടിക്കുന്ന വട്ടം ഏതായിരുന്നു? ഞാൻ ഇറങ്ങാനുള്ള വട്ടം എടുത്തതാ മെഡിക്കറ്റ് അടിച്ചത് വരും. ഇല്ല മെഡില്ലേ. ശരിയാ, ഇതാണ് ഇങ്ങനെയാണ് മനസ്സിലായി. ചലഞ്ചൊക്കെ ഇങ്ങനെ വേണം ചെയ്യാൻ മനസ്സിലായി. പ്രോപ്പർ പ്ലാനിങ് കൂടെ എന്തൊരു അനുസരണോടെ അവർ കളിക്കുന്നില്ലേ. തോൽക്കാനും കുഴപ്പമില്ല, ഈ ചലഞ്ച് മൂഞ്ചാനും കുഴപ്പമില്ല. പ്ലാനിങ്ങോടെ കളിക്കുന്നു മനസ്സിലായി, ഒരു കുഴപ്പമില്ല. ചിലപ്പം തോക്കായിരിക്കും. നിന്റെ ബാക്കില് അതിന്റെ ബാക്കിൽ എടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് മോൺസ്റ്റർ പറത്തിച്ചുകൊണ്ട് ആ വെള്ളത്തിലോട്ട് പോകാം. പക്ഷെ 4 കിലോ എടുക്കണം കേട്ടോ. ലാസ്റ്റ് 4 കിലോ എടുക്കാൻ പറ്റാതെ വരുമോ? എടാ 2 കിലോ കൂടി എങ്ങനെ എടുത്തു വെച്ചാൽ സേഫ് ആവും. നമുക്ക് വെള്ളത്തിലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ നല്ല അഡ്വാൻറ്റേജ്. കാരണം എന്താ പറയുക, നോക്കിയിട്ട് അപ്പം തന്നെ കയ്യും പൊക്കിയിട്ടാവും. അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്റെ BSK ആ. ഞാൻ ഒരു ഷോട്ട് അടിച്ചാൽ പറയണ്ട. അപ്പൊ നിങ്ങൾ 2 നമുക്കെല്ലാം മറ്റേ കളി കിട്ടി. വെള്ളത്തിൽ ആരെയും നോക്കുക. അവിടെ നിന്നാലും നമ്മൾ എയിമിങ് ആയില്ലല്ലോ. എടാ 13 ലൈവായിടാ. അയ്യോ എടാ, വെള്ളത്തിന് വേഗത്തിൽ ടോപ്പിന് വേഗത്തിൽ ആരുണ്ടോ? ഇല്ല. 4 കില്ലല്ലേ? താഴെ ഇറങ്ങിയാലോ? ഇവിടെ നിൽക്കണോ? സോണില്ലല്ലോ. ഒരു ഫുൾ സ്ക്വാഡ് ആയിരുന്നെങ്കിൽ കറക്റ്റ്. 9 ലൈവായിടാ. എടാ ഇനിയോ 3 പേര്. പൊക്കി വിടായിരിക്കും. സോൺ പുഷർ ഉണ്ടോ അവിടെ? എവിടെ പോയടാ അവന്മാരെ? എലിമിനേറ്റ് വന്നേ. സോണോ എന്തൊരവസ്ഥയാണ്ടാ. എടാ ആരാടപ്പിരാകുന്നേ. അല്ലെങ്കിൽ മറ്റേ ലാസ്റ്റ് ബോൾ സർവൈവ് ചെയ്ത് 100-500 എനിമി ഉണ്ടാവും. പിന്നെ ഞാൻ എന്താക്കാനായിട്ട്? അതാ എടാ എന്നെ അടിച്ചിട്ടേ. എടാ അതാ വെള്ളത്തിൽ. എടാ നോക്ക്, അടിക്കി. വെള്ളത്തിലുണ്ട്. അടിച്ചോ. അടിയടാ. ഉണ്ണിക്കണ്ണനാ. ഞാൻ ചുണ്ണിക്കണ്ണനാണ്. അത്രയുള്ള ഉണ്ണിക്കണ്ണ. അയ്യ സാറാ. എടാ ജോജി, 4000 കൂടി ഇല്ലല്ലോ. ഇല്ല 4000 കൂടി. പക്ഷെ 10 കില്ലില്ലല്ലോ ജോജി. എടാ എന്തൊരു കഷ്ടകാലാടാ. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ടായിരുന്നു കളിച്ചിരുന്നത്. മനസ്സിൽ ഒരു കുഴപ്പമില്ല. ഇത് എന്ത് രസമായിട്ട് കളിച്ചു അല്ലേ. അതിപ്പോ നമുക്ക് എലവ് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളെ 10 കില്ല് കറക്റ്റ് എടുത്തതിന് ഒരു കില്ലും കൂടി അവിടെ എടുത്താൽ മതി.